കോഴിക്കോട് ജില്ലയിലെ സ്കൂൾ എക്കോ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനമായ പക്ഷിക്ക് കുടിവെള്ളം പദ്ധതിക്ക് തുടക്കമായി. വടേക്കണ്ടി നാരായണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ സ്കൂൾ വളപ്പിലും അവരവരുടെ വീടുകൾക്ക് സമീപവും ഒരു പരന്ന പാത്രത്തിൽ പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കുമായി കുടിവെള്ളം ഒരുക്കുന്ന പദ്ധതിയാണിത്. സഹജീവി സ്നേഹവും പ്രകൃതിയിലെ വിഭവങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന ബോധവും വിദ്യാർത്ഥികളിൽ വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയറ BMUP സ്കൂളിൽ നടന്ന പക്ഷിക്ക് കുടിവെള്ളം പദ്ധതി കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടേക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷിക്ക് കുടിവെള്ളം നൽകുന്നത് പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ സന്ദേശം പുതുതലമുറകളിലേക്ക് പകർന്നു നൽകേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളിന്ന് പക്ഷികൾക്ക് കുടിവെള്ളം ഒരുക്കാനുള്ള ശ്രമമാണ്. ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെയും കാണുകയാണ്. നമുക്കൊക്കെ വെള്ളം അമ്മയോട് ചോദിച്ച് അമ്മയെ വെള്ളം വേണം എന്ന് പറയാം, അല്ലെങ്കിൽ കിണറ്റിൽ പോയി കോരിയെടുത്ത് കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടാപ്പ് തുറന്ന് നിങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാൻ ആർക്ക് കഴിയില്ല? പക്ഷികൾക്ക് കഴിയില്ല, മറ്റ് ജീവജാലങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സഹായിക്കുകയാണ്. ഹെഡ്മാസ്റ്റർ PL ജെയിംസ് അധ്യക്ഷനായിരുന്നു. ഷജീർ ഖാൻ വയ്യാനം, എക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ അനിത റോസ്, വിദ്യാർത്ഥി കൺവീനർമാരായ ഇഷ ഇർഷാൽ, ക്രിസ്റ്റീന ഹെൻറി, അധ്യാപകരായ സൂസൻ ആഗ്നസ്, ബീന ജോസഫ്, ഷർമിള ഡെന്നീസ്, സജിന സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.